ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചു. രണ്ടുപേരുടെ നില ഗുരുതരം. വെള്ളിയൂരിൽ ദിശ തെറ്റിച്ച് വന്ന ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ഗുരുതര പരിക്ക്. ടാങ്കർ ലോറി ഡ്രൈവർ നിസാർ, ബസ് യാത്രക്കാരി 54-കാരിയായ സുമ കുറ്റ്യാടി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും പേരാമ്പ്രയിലേക്ക് വന്ന അജ്വാൻ ബസും പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ടാങ്കർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വെള്ളിയൂർ കൂടക്കൽ താഴെ ഇറക്കത്തിൽ ദിശ തെറ്റിച്ച് വന്ന ബസ് ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബസ് ഡ്രൈവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ടാങ്കർ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെയും ബസ് ഡ്രൈവറുടെ പിൻസീറ്റിൽ കുടുങ്ങിയ യാത്രക്കാരെയും ക്യാബിനുകൾ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വിവാഹ സൽക്കാരത്തിനിടെ വരണ്ട ബന്ധുക്കളും കാറ്ററിംഗ് ജീവനക്കാരും തമ്മിൽ കൂട്ടയടി. സംഘർഷത്തിൽ ഇരുഭാഗത്തു നിന്നും 8 പേർക്ക് പരിക്കേറ്റു. വരന്റെ സഹോദരിയുടെ ഭർത്താവും 3 കാറ്ററിംഗ് ജീവനക്കാരും ഉൾപ്പെടെയാണ് 8 പേർക്ക് പരിക്കേറ്റത്. വണ്ടിപ്പെരിയാറിനടുത്തുള്ള ഗ്രാമ്പ്യ സ്വദേശികളുടെ വിവാഹ സൽക്കാരത്തിനിടെയാണ് കൂട്ടയടി നടന്നത്. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം ഭക്ഷണം വിളമ്പി. അവസാന സമയത്താണ് വരന്റെ സഹോദരിയും ഭർത്താവും ചില ബന്ധുക്കളും ഭക്ഷണം കഴിക്കാനെത്തിയത്. കാറ്ററിംഗ് ജീവനക്കാർ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന മേശയ്ക്ക് ചുറ്റും ഇവർ ഇരുന്നു. സമീപത്തെ വൃത്തിയാക്കിയ മേശയുണ്ടെന്നും അവിടേക്ക് മാറിയിരിക്കണമെന്നും ജീവനക്കാർ പറഞ്ഞു. എന്നാൽ ഇത് ബന്ധുക്കൾ അവഗണിച്ചതോടെ തർക്കമായി. പാത്രം ഉപയോഗിച്ച് കാറ്ററിംഗ് ഉടമയുടെ മകന്റെ തലക്കടിച്ചതോടെ ഇരുഭാഗവും തമ്മിൽ കൂട്ടയടിയായി. പരിക്കേറ്റവർ വണ്ടിപ്പെരിയാർ, പീരുമേട് എന്നിവിടങ്ങളിൽ ചികിത്സ തേടി. ഇരുഭാഗത്തിലുള്ളവരും പരാതി നൽകാൻ തയ്യാറാകാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. തെരുവിലെ പോര് അവസാനിപ്പിക്കണം. സംയുക്ത പ്രസ്താവനയുമായി കെ.സിയും വി.ഡിയും ചെന്നിത്തലയും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തെരുവിലേക്ക് പടരുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സംയുക്ത പ്രസ്താവനയുമായി രംഗത്തെത്തി. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ വിവിധ നേതാക്കൾക്കായി അണികൾ തെരുവിലിറങ്ങുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഒന്നിച്ച് അണിനിരന്ന 3 നേതാക്കളും പ്രവർത്തകർക്കായി കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോഴിക്കോട് വൻ ലഹരിവേട്ട. 1 കിലോ MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. പന്തീരാങ്കാവ് ദേശീയപാത സർവീസ് റോഡിൽ വെച്ച് പന്തീരാങ്കാവ് പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നീക്കം. മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശി മുഹമ്മദ് ഹർഷലാൽ, ചേലമ്പ്ര സ്വദേശി ആദിൽ ഷാ, ഐക്യപ്പട സ്വദേശി മുഹമ്മദ് ഫർഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വിജയരാഘവനെതിരെ കടുത്ത വിമർശനം. താനൂരിലെ കനത്ത പരാജയത്തിന് പിന്നാലെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെതിരെ കടുത്ത വിമർശനം. പണാധിപത്യമാണ് പരാജയത്തിന് കാരണമെന്ന് വിമർശനമുയർന്നു. ഇനിയും പാർട്ടിയെ ഇല്ലാതാക്കരുത്. രാവും പകലും പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും ജയ് വിളിച്ച് നടക്കുന്ന സഖാക്കളുടെ നിലവാരമെങ്കിലും കാണിക്കണമെന്നും വിമർശനമുയർന്നു. യുവതാര താനാളൂർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ജെൻഡർ ടിക്കറ്റിംഗ് തുടങ്ങി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള പഠനം ആരംഭിച്ചു. ടിക്കറ്റിൽ യാത്രക്കാരുടെ ലിംഗം രേഖപ്പെടുത്തി തുടങ്ങി. ഇതിനായി ടിക്കറ്റ് മെഷീനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. ടിക്കറ്റ് അടിക്കുന്ന ഇലക്ട്രോണിക് മെഷീനിൽ യാത്രക്കാർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടക്ടർമാർ പ്രത്യേകം രേഖപ്പെടുത്തണം. എത്ര സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്തുവെന്നറിയാനാണ് ഇത്. സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ ശരാശരി എത്ര സ്ത്രീകൾ KSRTCയിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നുണ്ടെന്ന കണക്ക് വേണം. ഇതിനാണ് പുതിയ മാറ്റമെന്നാണ് വിശദീകരണം. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സൗജന്യ യാത്രാ പ്രഖ്യാപനം ഉണ്ടായേക്കും. UDF അധികാരത്തിലേറുന്നതോടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ആശമാർ. വാക്കുപാലിച്ചില്ലെങ്കിൽ പുതിയ സർക്കാരിനെതിരെയും സമരം നടത്തുമെന്നാണ് ആശമാരുടെ നിലപാട്. ഓണറേറിയം വർദ്ധിപ്പിക്കൽ അടക്കമുള്ള ആവശ്യങ്ങൾ ഉടൻ തന്നെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവർ. പുതിയ സർക്കാരിലാണ് പ്രതീക്ഷയെന്നും വാക്കുപാലിച്ചില്ലെങ്കിൽ പുതിയ സർക്കാരിനെതിരെയും സമരം ഉറപ്പായി നടത്തുമെന്നും ആശമാർ പറഞ്ഞു. തെരുവിൽ നടക്കുന്ന പ്രതിഷേധത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. തെരുവിലെ കളി പ്രവർത്തകർ അവസാനിപ്പിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനമാണ്. സംഘടനാ മര്യാദ പാലിക്കണം. തീക്കൊള്ളികൊണ്ട് തലചൊറിയരുതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നേതാക്കൾക്ക് അവസാനം വരെ പൊരുതാം. തെരുവ് യുദ്ധം നടത്തരുത്. ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ഒരു എതിർശബ്ദവും ഉയരില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. നവവധുവിന് ദാരുണാന്ത്യം. ഭർത്താവിനൊപ്പം നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന നവവധുവിന് അമിത വേഗതയിൽ പാഞ്ഞെത്തിയ കാറിടിച്ച് ദാരുണാന്ത്യം. 2 കാറുകളും സ്കൂട്ടറും ഇടിച്ചു തെറിപ്പിച്ച് നഗരത്തെ നടുക്കിയ അപകട പരമ്പരയിൽ മിനിറ്റുകൾക്കുള്ളിൽ ഒരു മരണവും 6 പേർക്ക് ഗുരുതര പരിക്കുമേറ്റു. നടപ്പാതയിലൂടെ പോയിരുന്ന പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളി
കമ്പിളിച്ചുങ്കം വേർക്കോലിയിൽ 24-കാരിയായ നൌഷിജയാണ് കവടിയാർ കുറുവൻകോണം റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ ഭർത്താവ് ആഷിഖ് സാനു ഉൾപ്പെടെയുള്ളവർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. CPIM തോറ്റു, ഞങ്ങളെ പാർട്ടി നോക്കുമെന്നാണ് കരുതിയത്, ഇപ്പോൾ പേടിയാകുന്നു. TCV നന്ദകുമാറിന്റെ ഭാര്യ. CPIM തോറ്റതോടെ ആശങ്കയിലാണെന്ന് പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TCV നന്ദകുമാറിന്റെ കുടുംബം. എല്ലാം പാർട്ടി നോക്കുമെന്നാണ് കരുതിയിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഭയമുണ്ടെന്നും നന്ദകുമാറിന്റെ ഭാര്യ ശരണ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. 20 വർഷത്തേക്കാണ് നന്ദകുമാറിനെ ശിക്ഷിച്ചത്. ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരുന്നു. CPIMന്റെ ഉറച്ച കോട്ടയായിരുന്ന പയ്യന്നൂരിലെ പരാജയം തനിക്കേൽപ്പിച്ച അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഏറെ വൈകാരികമായ കുറിപ്പാണ് ശരണ്യ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ശിക്ഷിക്കപ്പെട്ട തിമിരി സഖാക്കൾക്കുൾപ്പെടെ ജാമ്യം ലഭിച്ചിട്ടും തന്റെ ഭർത്താവ് 5.5 മാസമായി ജോലിയിൽ തുടരുമ്പോൾ തനിക്ക് വല്ലാത്ത ഭയമുണ്ടെന്ന് ശരണ്യ പറയുന്നു.